നമ്മുടെ പ്രശ്നങ്ങളും മൊത്തത്തിൽ പരിഹരിക്കപ്പെടണം. അതിനുള്ള ശമ്പളവും സൗകര്യവും കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കണം ഞാൻ പോവേണ്ടത്. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്? ഇല്ല, എനിക്ക് ഇറങ്ങാനുള്ള സമയമായി. എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊന്നും സാരമില്ലടൂ. കമ്പനിയുടെ വണ്ടിയുടെ ഹോൺ അടിക്കുന്നു. ചെല്ലട്ടെ. അച്ഛൻ എങ്ങോട്ടാ പോകുന്നേ? അച്ഛൻ ഏതോ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിച്ചിട്ട് ഏതാ കമ്പനി എന്ന് പോലും പറഞ്ഞില്ല. വണ്ടി കമ്പനിയിൽ നിന്നും വന്ന വണ്ടിയാണെന്നാ പറഞ്ഞത്. അമ്മയോട് പറയാതെ അച്ഛനൊരു കാര്യം ചെയ്യോ? എന്താണെന്ന് അറിഞ്ഞൂടാ മോളെ. ഇന്നലെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് പോലും ഞാൻ രഘുവേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക, എല്ലാത്തിൽ നിന്നും എന്നെ അവഗണിക്കുക. അച്ഛനോട് ജോലിക്ക് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അമ്മയോടത് മറച്ചു വെക്കുന്നു എന്ന് പറയുമ്പോ രഘുവേട്ടൻ കൂടിയുള്ളൂ ഇനി എന്നെ തോൽപ്പിക്കാൻ. ഇത് കുറച്ചു കാലം മുൻപ് ഇവിടുന്ന് പോയ രഘുവേട്ടനല്ല. 3-4 ദിവസം മുൻപ് ഞാൻ സംസാരിച്ച രഘുവേട്ടനല്ല തിരിച്ചു വന്നിരിക്കുന്നത്. എന്തിനാ മോളെ എന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആരെയും ദ്രോഹിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ കരുതിയതാ. ദൈവത്തിന്റെ സ്ഥാനത്താണ് അച്ഛനെ അമ്മ കാണുന്നത്. എന്നിട്ട് ജീവൻ എതിർക്കുമ്പോൾ അവനെ നേരിടാൻ വല്ലാത്തൊരു ശക്തിയുണ്ട്. പക്ഷെ രഘുവേട്ടന്റെ കാര്യം അങ്ങനെയല്ല. അമ്മേ, ചിലപ്പോ ജോലിയുടെ കാര്യത്തില് അച്ഛന് ഉറപ്പൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പോയി നോക്കി അത് ശരിയാവാണെങ്കിൽ എല്ലാം അമ്മയോട് പറയാന്ന് കരുതിയിട്ടാവും. അങ്ങനെ തന്നെയാവും അമ്മേ. അമ്മയെ അച്ഛൻ അങ്ങനെയൊന്നും വേദനിപ്പിക്കില്ല. അച്ഛന്റെ സ്നേഹം എനിക്കറിയാം. ഞാനിനി ഒന്നും ചോദിക്കില്ല മോളെ. അച്ഛൻ പറയട്ടെ, അച്ഛന് തോന്നുമ്പോ പറയട്ടെ. മധുര നൊമ്പരക്കാറ്റ്